എറണാകുളം അങ്കമാലിയിൽ 6 മാസം പ്രായമായ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ കുട്ടിയുടെ മുത്തശ്ശിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നതാണ് വാർത്ത. കൊലപാതകമാണെന്ന് പോലീസ് ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുട്ടിയുടെ സംസ്കാരം ഇന്നുണ്ടാകും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അമൽ സുരേന്ദ്രനാണ് ചേരുന്നത്. അമൽ, ഗുഡ് മോർണിംഗ്. ഈ ഒരു കാര്യത്തിൽ ഇന്ന് മുത്തശ്ശിയുടെ അറസ്റ്റ് ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് ഇന്നലെ വിവരങ്ങൾ വന്നിരുന്നു. കുഞ്ഞിന്റെ സംസ്കാരം എപ്പോഴാണ്? ഇനി കേസിന്റെ നടപടികൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഹാഷ്മി, ഏതായാലും രാവിലെ തന്നെ സങ്കടകരമായൊരു വാർത്തയാണ് നമുക്ക് പറയാനുള്ളത്. ഇന്നലെയാണ് ഈ കുട്ടിയുടെ ഡെൽന മരിയ സാറ എന്ന 6 മാസം പ്രായമുണ്ടായിരുന്ന കുട്ടിയുടെ കൊലപാതകം, ക്രൂരമായ കൊലപാതകം നാടിനെയാകെ നടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്നലെ കണ്ടിരുന്നത്. ഏതായാലും ഈ ഒരു കൊലപാതകത്തിൽ കുട്ടിയുടെ മുത്തശ്ശിയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർക്കിടയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മുത്തശ്ശി ഇപ്പോൾ അങ്കമാലിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. ഇവർക്ക് ചില ശാരീരികവും മറ്റുമായ ചില പ്രശ്നങ്ങളുണ്ട്. ഇതിന്റെ ഭാഗമായി ഇവർക്ക് ചില മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഉള്ളതായിട്ട് നാട്ടുകാരും കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രതികരണത്തിൽ പറയുകയുണ്ടായി. ആ കാര്യത്തിലടക്കം കൂടുതൽ വൈദ്യപരിശോധനയും കൂടുതൽ സ്ഥിരീകരണവും വരേണ്ടതുണ്ട്. ഏതായാലും ഈ മുത്തശ്ശി ഇതിനോടകം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് സമ്മതിച്ചിട്ടുണ്ട് താൻ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്നും ആ കൊലപാതകത്തിന് ശേഷം കത്തി വീടിന് പുറത്തേക്ക് വലിച്ചെറിയുകയുമായിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരും ചേർന്ന് ഈ കത്തി വീടിന് സമീപത്ത് നിന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണുള്ളത്. രാവിലെ 10 മണിക്ക് ശേഷം കുട്ടിയുടെ മൃതദേഹത്തിന് പോസ്റ്റ്മോർട്ടം നടക്കും. അതിനുശേഷം മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിയോട് കൂടി തന്നെ ഇടക്കുന്ന് സെന്റ് ആന്റണീസ് പള്ളിയിൽ വെച്ചായിരിക്കും ഈ കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക എന്നാണ് നമുക്കിപ്പോൾ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് കുട്ടിയുടെ ബന്ധുക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ദാരുണമായൊരു സംഭവം തന്നെയാണ് ഉണ്ടായത്. നാട്ടുകാർക്കിടയിൽ വലിയ രോഷം തന്നെയുണ്ട്. പക്ഷേ ഈ മുത്തശ്ശിയുടെ ഭാഗത്ത് നിന്ന് നേരത്തെയും ഇത്തരത്തിലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമുള്ള ചില പ്രശ്നങ്ങളെല്ലാം നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്നാകാം ഇങ്ങനെയൊരു കൊലപാതകം ഉണ്ടായത് എന്നൊരു സംശയവും പൊതുവെ നിലനിൽക്കുന്നുണ്ട്. ക്രിസ്റ്റീന, ഹാഷ്മി. എന്നാലും അമ്മ ഇന്നലെ ഉണ്ടായ സംശയമാണ്, അങ്ങനെ ഒരു കുഞ്ഞിനെ കൊന്നോളയോ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിന് എന്തൊരു ഓമന കുഞ്ഞാണ്, പാവം. അപ്പോൾ അമ്മൂമ്മയുടെ കൂടെ കിടക്കുമ്പോഴേക്കും എന്തോ ആയിക്കോട്ടെ, ഇന്നലെ സോഡിയം കുറഞ്ഞതിൻ്റെ പ്രശ്നമുണ്ട്, ഡിപ്രഷൻ്റെ വിഷാദരോഗത്തിൻ്റെ പ്രശ്നമുണ്ട്, എന്തോ ആയിക്കോട്ടെ, സ്വന്തം അമ്മൂമ്മ കുഞ്ഞിനെ കൊല്ലൂ എന്ന് അവിശ്വസനീയമാണ് അവർ. ഹാഷ്മി, സ്വന്തം മുത്തശ്ശിയിൽ നിന്ന് തന്നെയാണ് ആ കുഞ്ഞിന് ഇത്തരത്തിലുള്ള ഒരു ദുര്യോഗം ഉണ്ടാവേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് എന്ന് തന്നെയാണ് സമൂഹത്തെ ഒന്നാകെ ഞെട്ടിക്കുന്ന ഒരു കാര്യം. ഇത്തരത്തിലുള്ള ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ടുള്ള പ്രത്യേകിച്ചും ഒരു കേസാണ്, കൊലപാതക കേസാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ വൈദ്യപരിശോധനയും അതിനെ തുടർന്നുണ്ടാകുന്ന കണ്ടെത്തലുകളുമാണ് പ്രധാനം. മറ്റൊരു തരത്തിലുള്ള പ്രചരണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് കേസിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൂടാ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ആശ്രയിക്കാൻ സാധിക്കുന്നത് കൂടുതൽ വൈദ്യപരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇതിലൊരു തീർച്ച നമുക്ക് വരുത്താൻ സാധിക്കുള്ളൂ. ഏതായാലും ഈ മുത്തശ്ശി അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഇതിനോടകം തന്നെ സമ്മതിച്ചിട്ടുണ്ട് താൻ തന്നെയാണ് കൊലപാതകം ചെയ്തത് എന്ന്. ആ ഒരു മൊഴിയെ അന്വേഷണ ഉദ്യോഗസ്ഥർ വിലയ്ക്ക് എടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ തൊട്ടടുത്ത് നിന്ന് തന്നെ ഈ കത്തിയും, അതായത് ഈ കുട്ടിയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്ന കത്തിയും കണ്ടെത്തിയിട്ടുണ്ട്. ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ അടക്കം സാന്നിധ്യത്തിലാണ് ഈ കത്തി കണ്ടെത്തിയത്. അപ്പോൾ ഈ കത്തിയിൽ നിന്നടക്കം വ്യക്തമായ തെളിവുകൾ ഉദ്യോഗസ്ഥർക്ക് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. ഹാഷ്മി. ശരി, അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും വേദനിപ്പിക്കുന്ന വാർത്തയാണ്, സങ്കടകരമാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണമെന്നും എന്ന് പറഞ്ഞാൽ അതുവരെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. ജസ്റ്റ് അടുക്കളയിലോട്ടെന്തോ അന്ന് ഈ കുഞ്ഞിൻ്റെ മൂത്തവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ എന്തോ ആഘോഷമൊക്കെ അമ്മ അടുക്കളയിലോട്ട് പോയി തിരിച്ചു വരുമ്പോഴേക്കും കുഞ്ഞി പരുവത്തിലായി. അപ്പോൾ എന്താണ് അതിന് കാരണം, എന്താണ് പ്രകോപനം, എന്തിനാണ് അങ്ങനെ ഈ കടുങ്കൈ അക്രമം ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പോലീസ് പറയട്ടെ, അന്വേഷിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.